ഫെലിസ്ത്യ മല്ലൻ മുന്നേ വന്ന് നിന്ന് ഇത് വെല്ലുവിളി നടത്തിയിട്ടും ഒറ്റ ഒരുത്തം കയറി ചെന്നില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് വെല്ലുവിളിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ശത്രു ഇങ്ങോട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ്. എന്നിട്ടും അത് ഏറ്റെടുക്കാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല. എപ്പോഴാണ് ഒരു കാര്യം നടക്കുന്നത്, ഞാൻ പിന്നീട് വരുന്ന ഭാഗമാണ്. അണ്ടിൽ ഡേവിഡ് ദി അനോയിന്റഡ് വൺ കെയിം ടു ദ സീൻ, അതുവരെ ഒരാളും ചെല്ലുന്നില്ല. ദാവീദ് വന്നതിന് ശേഷമാണ് ദാവീദ് എന്ത് ചെയ്യുന്നത്, ശത്രുവിന്റെ പാളയത്തിലേക്ക്, അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹി ഡ്രൂ നിയർ ടു ദ ഫിലിസ്റ്റൈൻ എന്ന് പറയുന്നത്, അവൻ അങ്ങോട്ട് ചെല്ലുന്ന ആദ്യമായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ദാവീദ് വരുമ്പോഴാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഇവിടെ ഈ യോർദാൻ കടന്നെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ്, അങ്ങോട്ട് കടന്നു ചെന്ന്. സി ഗോഡ് വോണ്ട്സ് us to go to their place instead of ഞാൻ പല മെസ്സേജസിനും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞതിനെയൊക്കെ നമ്മൾ മറിച്ച് തിരിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് കർത്താവ് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് എന്ന്. നമ്മൾ പറയുന്നത് കം ആൻഡ് ബി ബ്ലെസ്ഡ് എന്നാണ്. നമ്മുടെ നോട്ടീസ് എല്ലാം അടിച്ചിരിക്കുന്ന അങ്ങനെയാണ്, വരിക അനുഗ്രഹം പ്രാപിക്കുക. വേഴ്സിൽ പറയുന്നത് വരിക അനുഗ്രഹം പ്രാപിക്കുക എന്നാണോ? അല്ല, എന്ത് പോവുക സുവിശേഷം അറിയിക്കുക എന്നാണ്. അല്ലാതെ ആളുകളെ ഇങ്ങോട്ട് വരുത്തുന്നല്ല, അങ്ങോട്ട് ചെല്ല്, ക്രോസ് ദ ജോർദൻ. അവൻ വന്ന് വെല്ലുവിളിക്കുന്ന കണ്ടിട്ടും നാണമില്ലാതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് കംഫർട്ട് സോൺ. നമ്മുടെ ഈ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് ചാടണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അല്ലേ? ചിലരെ തീയിൽ നിന്ന് അവർ തീക്കകത്ത് കിടക്കുകയാണ്. നമ്മൾ ചെല്ലുന്നത് അവരെ കൊല്ലാൻ വേണ്ടിയൊന്നുമല്ല എന്നാ അവരുടെ ചിന്ത. പക്ഷെ അവരെ കൊല്ലാനല്ല നമ്മൾ ചെല്ലുന്നത്. എന്തിനാണ്? അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ടാണ്. അപ്പൊ ചിലപ്പോൾ നമുക്കും ഇച്ചിരി പൊള്ളലൊക്കെ ഏറ്റെന്നിരിക്കും. ആ പൊള്ളലേറ്റാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ജഡത്താലുള്ള കളങ്കം, ഒരു കറയുടെ ഒരു ഭാഗം പോലും നമുക്ക് പിടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശൗലിന്റെ ഇസ്രായേലും ഫെലിസ്ത്യരും, ഈ ഫെലിസ്ത്യ മല്ലൻ വന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. അവന് 4-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഫെലിസ്ത്യയുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോല്യാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവനെ ചോദിക്കുന്ന ചോദ്യം 8-ാമത്തെ വാക്യത്തില്, അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരും അല്ലയോ? ഈ സിമ്പിൾ വാക്യങ്ങളിൽ പോലും ഉണ്ടല്ലോ, ഫെമിലിയർ പാസേജസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇവൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരും അല്ലയോ? സി, അത് പിശാചിന്റെ ഒരു വലിയ ഒരു തന്ത്രമാണ്. പിശാച് ഇവനോട് പറയുന്നത് അറിയാമോ? അവൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് കുഴപ്പമില്ല, ഞാൻ ഫെലിസ്ത്യനും നീ ഇസ്രായേലിനും അല്ലയോ എന്നല്ല പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസ് ഓഫ് യൽ. ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭുവാണ്. ആര്? ഇസ്രായേൽ. അവൻ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ദൈവത്തിന്റെ പ്രഭുവും അല്ലയോ എന്നല്ലല്ലോ ചോദിക്കുന്നതാണോ? നമ്മളുടെ ഐഡന്റിറ്റി ഒരിക്കലും ഈ ജനം സമ്മതിച്ചു തരത്തില്ല. ഞാൻ ഇവിടുത്തെ ഇന്നാരും നമ്മളോട് പറയുന്നത് നീ ദൈവപൈതലും അല്ലയോ എന്നാരും ചോദിക്കുമോ? ഏതെങ്കിലും ഒരു അക്രൈസ്തവം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ജാതിക്കാരനും നീ ഒരു ദൈവപൈതലും അല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയത്തില്ല. എന്തുകൊണ്ടാ? നമ്മളുടെ ഐഡന്റിറ്റിയെ ഓർമ്മിപ്പിക്കാൻ പോലും ഇവന്മാര് തയ്യാറാകത്തില്ല. അത് നമ്മളുടെ ഐഡന്റിറ്റി തകർക്കാൻ വേണ്ടിയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ആഗ്രഹം അതാണ്. അതൊരു വലിയ ഒരു സ്ട്രാറ്റജിയാണ്, സൈറ്റനിക് സ്ട്രാറ്റജിയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് ഞാനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഐ തിങ്ക് ഐ നീഡ് ടു ടീച്ച് ഇറ്റ് അഗെയിൻ. സാത്താൻ്റെ തന്ത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് നമ്മളുടെ ഐഡന്റിറ്റിയെ തകർത്ത് കളയാനായിട്ട് നോക്കുക എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരിക്കലും നമ്മുടെ വീട്ടുകാരൊക്കെ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഏതെങ്കിലും വീട്ടുകാരെ പറഞ്ഞോ, ഏതാണെങ്കിലും നീ ഒരു ദൈവപൈതലല്ലയോ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ നാത്തൂനോ അമ്മായിയമ്മയോ അമ്മായപ്പനോ അപ്പനോ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങള് ഇന്ന ജാതിക്കാരും നീ ഒരു ദൈവപൈതലിനും അല്ലയോ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, പറയത്തില്ല. കാര്യം ഈ ഫെലിസ്ത്യൻ പറഞ്ഞതുപോലെ നമ്മളോടും പറയത്തുള്ളൂ. നിങ്ങൾ ആരടാ? ശൗലിന്റെ ചേവകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾ എന്നാണ്. എന്നിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തരും പറഞ്ഞില്ല, അല്ല ഞങ്ങൾ ശൗലിന്റെ ചേവകരല്ല, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ് എന്ന് പറഞ്ഞോ? ഇല്ല. ദാവീദ് വരേണ്ടി വന്ന് പറയാൻ. ദാവീദ് ചോദിക്കുന്ന ചോദ്യം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഇവന് ആരെന്ന്? അഭിഷേകമുള്ളവൻ. അഭിഷേകം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വലിയൊരു പ്രശ്നമാണ്. ഇവിടുത്തെ എന്ത് വാക്യം ഉപയോഗിച്ചാലും അതെല്ലാം ഇവിടുത്തെ കൾട്ട് ഗ്രൂപ്പുകൾ എടുത്തുപയോഗിക്കുന്നുണ്ട്. അഭിഷേകമുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇവിടുത്തെ അങ്ങനെയുള്ള പാർട്ടികൾ ക്രൂസൈഡിൽ പറയുന്ന വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദോസ് ഹു ആർ കമ്മീഷൻഡ് ബൈ ഗാഡ്, ദോസ് ഹു ഹാവ് എ ക്ലിയർ കോൺഷ്യൻസ് വിത്ത് ഗാഡ്, ദോസ് ഹു നോ ദാറ്റ് they are the children of God, I am a child of God. ആ ഒരു കോൺഫിഡൻസ് ഉള്ള അവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ത്? ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ് ഞാനെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ശൗലിന്റെ ചേവകരല്ല. നാം ആരാണെന്ന് നമ്മൾ അറിയണം. പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ ഒരിക്കലും പഠിപ്പിക്കത്തില്ല. നമ്മൾ ആരാണ്? നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യമാണ്. നമ്മുടെ ഐഡന്റിറ്റി ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുകാരനല്ല, ഞാൻ IPC കാരനല്ല,
ഞാൻ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ്. നമ്മളുടെ സംഘടനയുമായി ബന്ധപ്പെടുത്തി അല്ല, ഞാൻ ജീസസ് മിഷൻകാരനല്ല, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ്. ഞാൻ മർത്തോമക്കാരനല്ല, ഞാൻ യാക്കോബക്കാരനല്ല, ഞാൻ ഇതൊന്നുമല്ല. ഞാൻ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പോരാളിയാണ് ഞാൻ, ജീവനുള്ള ദൈവത്തിന്റെ പോരാളി. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തരുത്. എന്താണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലും പകലും ഉറക്കത്തിലും ഊണിലും ഒന്നും മാറാത്തതാണ് നമ്മളുടെ ഐഡന്റിറ്റി. രണ്ടാമതൊന്നുകൂടെ ആലോചിച്ചേച്ച് പറയുന്നത് ഐഡന്റിറ്റി അല്ല. നീ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഓക്കെ, എൻ്റെ ഇരിക്കുന്ന പാസ്പോർട്ട് എടുത്ത് നോക്കട്ടെ, ഞാൻ ഇന്ത്യക്കാരനാണോ ഇല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഡന്റിറ്റി അതിനകത്തില്ല. ഉണ്ടോ? എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏത് ഊണിലും ഉറക്കത്തിലും എണീപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അന്നേരം പറയുന്നതാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ചിലർ എണീറ്റിപ്പിച്ച് നിർത്തി അന്നേരം ചിലപ്പോൾ പറയും ഞാൻ IPC കാരനാന്ന് പറയും. എന്തോ ചെയ്യുമെന്ന് പറ. രക്തം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്നത് ചിലപ്പം IPC എന്നോ AG എന്നോ എഴുതിയൊക്കെ ആയിരിക്കും. എന്തോ ചെയ്യും? എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഞാൻ ശൗലിന്റെ ചേവകൻ അല്ല. പ്രിയമുള്ളവരെ, സംഘടനയുമായി ബന്ധപ്പെടുത്തി അല്ല നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കണ്ടെത്തേണ്ടത്, ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ്. ഗോഡ് റിലേറ്റഡ് ആയിരിക്കണം. എൻ്റെ ജീവിതത്തിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എനിക്ക് ഇന്ന് വരെ എന്നെ ആളുകൾ കാണുന്നതും ഇന്നതിൻ്റെ ഇന്നാരായിട്ടൊന്നും ആര് ജീസസ് മിഷൻ്റെ ചെയർമാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഇന്ന് വരെ ഒരാളും വിളിച്ചിട്ടില്ല. നമുക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് നമുക്ക് ജീസസ് മിഷൻ്റെ ചെയർപേഴ്സണെ വിളിക്കാമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടില്ല. അവർക്ക് സാധ്യമാണ്. എന്തുകൊണ്ട് അവരെന്നെ വിളിക്കുന്നു? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ ആം റിലേറ്റഡ് ടു ആൻ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഐ എം റിലേറ്റഡ് ടു ഗാഡ്. എൻ്റെ ഐഡന്റിറ്റി ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ സംഘടനയുടെ. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഇന്ന് സംഘടനാ സ്പിരിറ്റ് വളർത്താനാണ് നേതാക്കന്മാരെല്ലാം പരിശ്രമിക്കുന്നത്. സംഘടനയുടെ സ്പിരിറ്റ് അല്ലേ? അതുകൊണ്ട് സംഘടനയുടെ പേരിൽ എല്ലാവരും എല്ലായിടത്തും ഞാൻ പറയുന്നത് സംഘടനയ്ക്ക് പൈസ പിരിക്കുക. ഫെലിസ്തീയ മല്ലന്മാർ പുറത്ത് വന്ന് വെല്ലുവിളിക്കുമ്പോഴും സംഘടനയ്ക്ക് കാശ് പിരിക്കാൻ നടക്കുന്ന ആളുകളെയും നമ്മൾ കാണുന്നത് അല്ലേ? എന്തിനാ? സംഘടനയ്ക്ക് ഹെഡ് ഓഫീസ് ഉണ്ടാക്കാൻ, സംഘടനയ്ക്ക് കെട്ടിടം പണിയാൻ, ഈ സിമെന്റ് പണിയാൻ. കെട്ടിടം പണിതിനുള്ള എതിരല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു യുദ്ധം നടക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഫെലിസ്തീയ മല്ലൻ വന്ന് വെല്ലുവിളിക്കുമ്പോഴും സംഘടനയുടെ കാര്യം, ശൗലിന്റെ ജേവകര് ഇത്രേ എണ്ണം ഇത് കേട്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്ന് പറഞ്ഞ് ചിരിച്ചോണം പോയേക്കുക. ഒറ്റ ഒരുത്തം പറഞ്ഞോ, എടാ ഞാൻ IPC AG ഒന്നുമല്ല, ഞാൻ ദൈവത്തിന്റെ സേനയാണെന്ന് ഒറ്റ ഒരുത്തനെങ്കിലും പറഞ്ഞോ? അതെന്താ പറയാഞ്ഞത്? അവന്മാർക്കും ഇത്രയേ ഉള്ളു ബോധ്യം. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഐഡന്റിറ്റി അതാണെങ്കിൽ നമ്മുടെ രക്തത്തിൽ തിളച്ചു കിടക്കുന്ന അതായിരിക്കും. നമ്മളെ വേറൊന്നുമല്ല. ശൗലിന്റെ ചേവകനാണെന്ന് പറഞ്ഞാൽ പറയും നോ, ശൗൽ ഞങ്ങളുടെ രാജാവായിരിക്കും, ഞങ്ങളുടെ നേതാവായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ അയാളുടെ അടിമയൊന്നുമല്ല. എൻ്റെ ഐഡന്റിറ്റി ആരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്? നേതാവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല. എൻ്റെ ഐഡന്റിറ്റി ആരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്? എൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്ന് പറയാനായിട്ട് കഴിയണം. നമ്മൾ കർത്താവിൻ്റെ സേനയാണ്. ഈ ചർച്ചിനെ കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:18 നമ്മൾ മുമ്പേ പഠിച്ച ഭാഗമാണ്. എന്താണ്? I will build my church and the gates of Hades shall not prevail against it. And the church, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളത് മറക്കരുത്. അതിനാ പിന്നെയും പറയുന്നത്. അല്ലാതെ ഇത് ഒന്നുകൂടെ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കും, ചില കാര്യങ്ങൾ കേട്ടത് പിന്നെയും നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. ദ ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. ഇന്ന് സഭയെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ പോലെയാണ്. എല്ലാ ഞായറാഴ്ചയും വന്ന് എല്ലാവരും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നതിന് വേണ്ടിയാണ് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു പോകുമ്പോൾ എന്ന് പറയുന്നത്. ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ച പനിയുണ്ടായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട്. ഈ ആഴ്ച പനിയൊന്നും ഇല്ലാതെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞിന് പരീക്ഷയാണ് അടുത്ത ആഴ്ച, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കൈക്ക് വേദനയുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിന് പകരം എന്താണ്, ലൈക്ക് എ ഹോസ്പിറ്റൽ പീപ്പിൾ ആർ കമ്മിങ്. പിന്നെ എല്ലാവർക്കും അവസാനം ആകുമ്പോഴത്തേക്ക് പാസ്റ്റർ എല്ലാവർക്കും കൂടെ മരുന്ന് നമ്മുടെ പണ്ട് ഡിസ്പെൻസറിയിൽ എല്ലാത്തിനും ഒരു ചുവന്ന വെള്ളം കൊടുക്കുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പാസ്റ്ററിനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ട് പാസ്റ്റർ ഇത് ശ്രദ്ധിക്കുന്നോ ഇല്ലയോ എന്ന് ഏതാണെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഏതാണെങ്കിലും പണ്ടത്തെ പോലെ ഒന്നുമല്ല, പാസ്റ്റർമാരും മിടുക്കന്മാരാണ്. അത് നോട്ടൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് ആരെയും വിട്ടുപോകാതെ, അത് ആരെയും വിട്ടുപോകാതിരിക്കണം എന്നുള്ള ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തിലൊന്നുമല്ല. എന്തിനാണ് പിന്നെ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റേ പുള്ളി വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഇതാണോ സഭ? ഈസ് ഇറ്റ് എ ചർച്ച്? ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. ചർച്ച് ഈസ് എ മിലിറ്ററി ബേസ്. സഭ എന്ന് പറയുന്നത് ഒരു സൈനിക പരിശീലന കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ എന്തിനാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പുറത്തു പോകാനാണ് നമ്മൾ വരുന്നത്. അല്ലാതെ
ഇവിടെ വരിക എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് ഈസ് ഓൺലി എ മീൻസ്. ഇത് നമ്മുടെ സഭായോഗമാണ്. നമ്മൾ എന്തിനാണ് വരുന്നത്? ഇതൊരു പരിശീലനമാണ്. എന്തിന്? നാളെ പുറത്തു പോയി സുവിശേഷം പറയാനുള്ള പരിശീലനമാണിത്. അതിനുള്ള എൻകറേജ്മെന്റ്, അതിനുള്ള സ്പിരിച്വൽ എൻറിച്ച്മെന്റ്, നമ്മുടെ ആത്മീക വർധന ഇവിടെ നിന്ന് പ്രാപിച്ചിട്ട് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പുറത്തോട്ട് പോവുകയാണ്. വി ആർ ഗോയിങ് ഔട്ട്. അതിനുള്ളതാണ്. അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞേച്ച് പോകാൻ വേണ്ടി അല്ല. ഇതിനർത്ഥം ആരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നൊന്നും അല്ല. മിലിറ്ററി ബേസിലും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാണും, അല്ലേ? പക്ഷെ മിലിറ്ററി ബേസിലെ ഹോസ്പിറ്റൽ എന്തിനാണെന്നറിയാമോ? യുദ്ധത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കാനാ. ഇത് വീട്ടിൽ പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നവരെ ശുശ്രൂഷിക്കാനല്ല മിലിറ്ററി ബേസിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ വാ, സഭയിലോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുന്നേ. നിങ്ങൾ പോയി ഇവിടെ പിശാചിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ പോരാടുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നെങ്കിൽ വാ, ഞാൻ വരാം, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. അതിനാണ് അതാ ഞാൻ പറഞ്ഞത്. മിലിറ്ററി ബേസിലും എന്തുണ്ടാകും? ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. പക്ഷെ അത് വീട്ടിൽ പോയി പിത്തം പിടിച്ചിരിക്കുന്നവനെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ളതൊന്നും അല്ലേ എന്തോ സഭ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതിരുന്നാലും അസുഖം ഉണ്ടാവും, അല്ലേ? ഇന്ന് ക്രിസ്ത്യാനികളുടെ എല്ലാ അസുഖവും ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ളതാണ്. അല്ലാത്തോണ്ട് അസുഖം അത് തന്നെയാണ്. ഇന്നിപ്പം പണിയെടുക്കുന്നത് കൊണ്ടല്ലല്ലോ ആർക്കും അസുഖം ഉണ്ടാകുന്നത്, പണിയെടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് അസുഖം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പം വിശ്വാസികളുടെ ഈ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ കാര്യം എന്നറിയാമോ? ഒരു പണിയും ഇല്ലാതെ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ആത്മീകമായ യാതൊരു എക്സസൈസും ഇല്ലാത്തതിൻ്റെ. നമ്മൾ എന്ത് എക്സസൈസാണ് ഉള്ളത്? വാട്ട് ഡു വി എക്സസൈസ്? വാട്ട് ഡു വി ഡു? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ വന്നിരുന്ന് ആരാധിച്ച് കൊഴുപ്പ് പ്രാപിച്ച് തിരിച്ചു പോകുന്നുള്ളതല്ലാതെ എന്തോ ഒന്ന് പ്രാപിക്കുന്നു. ഇവിടെ പിന്നെ അസുഖമെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇവിടെ ആരാധിച്ച് നിങ്ങൾ സ്വീകരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് വ്യയം ചെയ്യുക. നിങ്ങൾ പുറത്തു പോയിട്ടൊന്ന് വേർക്കട്ടെ. ഐ ടേക്ക് ഇറ്റ് ഇൻ എ വെരി സ്പിരിച്വൽ വേ. ഞാൻ ആത്മീയമായ നിലയിലാണ് പറയുന്നത്, അല്ലാതെ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മളുടെ അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ് ഇൻ ദീസ് ഡേയ്സ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ശൗലിന്റെ ചേവകൻ എന്നുള്ള വെല്ലുവിളി കേൾക്കുമ്പോഴത്തേക്ക് ചാടിക്കയറി പറയണം, നോ, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ് എന്ന് പറയണം.